എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? ചെറുകായ തോരൻ. ചെറുകായ തോരനാണ് അമ്മ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അമ്മ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണങ്ങളും ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര കൈപ്പുണ്യമാണ് അമ്മയ്ക്ക്. ചെറുകായ തോരൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ചെറുകായ ഒരു വിസിലടിച്ചത്, ചിരകി വെച്ചത്, പിന്നെ കടുക്, ഉഴുന്നും പരിപ്പ്, വറ്റമുളക്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുള്ളി, മഞ്ഞൾപ്പൊടി, എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചെറുകായ തോരൻ ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ചെറുകായ നമ്മൾ നന്നായി വേവിച്ചതിന് ശേഷം കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കരമായിട്ട് വില കൂടിയില്ലേ അപ്പം ഞങ്ങളിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമ്മളതിൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇടാൻ പോവാണ്. ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വഴറ്റുക അല്ലേ, ചൂടാവണം. നന്നായി ചൂടാവണം. അത് ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചമുളക്, വേപ്പിൻ്റെ ഇല, അതിനുശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി കുനുകുനാ അരിഞ്ഞതും വേപ്പിൻ്റെ ഇലയും എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് പിന്നെയും വഴറ്റുക. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രമേ വേണ്ടൂ. വറ്റൽമുളകും പച്ചമുളകും ഇട്ടതുകൊണ്ട് ഇതിൽ വേറെ മുളക് പൊടിയുടെ ആവശ്യമില്ല എന്ന് പറയണം. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച വേവിച്ച കായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ നല്ല എണ്ണയിൽ ഇതെല്ലാം അങ്ങനെ മുരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു മണം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ. ഓൾറെഡി വെന്ത് കഴിഞ്ഞ കായ ആയതുകൊണ്ട് നമുക്കങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്ത കായയാണ്, ഗ്രേറ്റ് ചെയ്തെടുത്ത കായയാണ്. നമ്മുടെ കായത്തോരൻ റെഡി ആയി കഴിഞ്ഞു. ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പോകാട്ടോ. സൂപ്പർ.